എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ ഈ 78-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മോഹനേട്ടാ. നമസ്കാരം. നമസ്തേ ഇന്ദു. ഈ പരിപാടിയിൽ എന്നത്തെയും പോലെ 2 പ്രധാന സംഗതികളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തര പരിപാടിയും അതിനുശേഷം ഓഫ്‌ലൈനായി സത്സംഗവും 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥനയും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സെൻറ്ററിങ് ചെയ്തതിന് ശേഷം പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി നമുക്ക് സ്നേഹപൂർവം കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ 10 പ്രമാണങ്ങളിലെ 1-ാമത്തെ പ്രമാണത്തെക്കുറിച്ചുള്ളതാണ്. അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണല്ലോ, പുലരും മുമ്പ് ഉണരുക എന്നാണ് ബാബുജി അതിൽ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമയത്ത് എല്ലാവർക്കും പൊതുവേ യുവാക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ പുലരും മുമ്പ് ഉണരുക എന്നുള്ള സംഗതി. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് രാത്രി വൈകി ഉറങ്ങുന്ന ഒരു ശീലമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് രാവിലെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആവശ്യത്തിന് ഉറക്കവും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു അവസ്ഥയിൽ ഈ പ്രമാണത്തിൽ പുലരും മുമ്പ് ഉണരുക എന്ന് പറയുന്നതോടൊപ്പം പിന്നീട് ബാബുജി നമ്മുടെ സ്ഥലത്തിൻ്റെ എവിടെ ഇരുന്ന് ഇരിക്കണ പോസ്ചർ, പിന്നെ പരിശുദ്ധി, ഇവയെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ 1-ാമത്തെ പ്രമാണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞങ്ങളോടൊന്ന് വിശദീകരിക്കാമോ? ഹൃദയപൂർവമായിട്ടുള്ള ജീവിത രീതിക്ക് ബാബുജി മഹാരാജ് 10 നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ നിർദ്ദേശം, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നാണ് ചോദ്യം. കുറച്ച് നാളുകൾക്ക് മുമ്പ് കോവിഡിൻ്റെ അവസാന കാലമായപ്പോൾ ഒരിക്കൽ ദാജി ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ പ്രിസെപ്റ്റർമാർക്കും ഒരു നിർദ്ദേശം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും, എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 5:30 മണിക്ക് മെഡിറ്റേറ്റ് ചെയ്യുക. ദാജി ആ സമയത്ത് എല്ലാ പ്രിസെപ്റ്റർമാർക്കും സിറ്റിംഗ് നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. എന്തോന്ന് ഓർമ്മ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് 3 മാസം കണ്ടിന്യൂ ചെയ്തു അത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി വെച്ചാൽ, അഭ്യാസികൾക്ക് മനസ്സിലായി ചൊവ്വാഴ്ചയും അതുപോലെ
വെള്ളിയാഴ്ചയും മാസ്റ്റർ പ്രിസപ്റ്റർമാർക്ക് രാവിലെ 5:30 എന്തോ പ്രത്യേകമായിട്ട് സിറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില അഭ്യാസികൾ ആ സമയത്ത് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ഇരുന്ന് ശീലമായപ്പോൾ ഇത് അവസാനിക്കുമ്പോഴേക്കും എന്തുണ്ടായിച്ചാൽ എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ശീലം 3 മാസം കൊണ്ട് മിക്കവാറും പ്രിസപ്റ്റർമാരുടെ ഉള്ളിൽ വന്നു. അപ്പോൾ നമ്മളെ അദ്ദേഹം പരിശീലിപ്പിക്കുകയാണ്. പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? ഈ ആദ്യത്തെ നിർദ്ദേശം വളരെ പ്രസക്തമാണെന്നല്ലേ? മാസ്റ്റർ അത് നമ്മളെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നമ്മളെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഈ നിർദ്ദേശം വളരെ പ്രസക്തമാണ്. ഇത് നമ്മുടെ സ്വഭാവത്തിനോട് ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം ആത്മീയ പുരോഗതി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഉത്തരവാദിത്തമാണ്. സംപ്രേഷണത്തിലൂടെ അത് അഭ്യാസിയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യും. അപ്പോൾ ആത്മീയ സാധകന്റെ ഉദ്ദേശം എന്താണ്? അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്താണ്? സ്വഭാവ രൂപീകരണമാണ് ആത്മീയ സാധകന്റെ ഉത്തരവാദിത്വം. അപ്പോ സ്വഭാവ രൂപീകരണത്തിനോട് ബന്ധപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുക സാധാരണ? നമ്മുടെ മനോഭാവം, പെരുമാറ്റ രീതി, ലക്ഷ്യബോധം. അപ്പോൾ സ്വഭാവത്തിന്റെ അസാന്നിധ്യത്തിൽ, സ്വഭാവ രൂപീകരണത്തിന്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലായാലും ശരി, ആത്മീയ ജീവിതത്തിലായാലും ശരി, നമ്മുടെ സമ്പത്തുകളൊക്കെ നഷ്ടപ്പെടും. ഭൗതിക ജീവിതത്തിലാണെങ്കിൽ നമ്മൾ പറയുണ്ടായി, മദ്യപാനം എന്നുള്ള ഒരു സ്വഭാവത്തിന്റെ വൈകല്യമുള്ള ഒരാള് എത്ര സമ്പാദ്യം ഉണ്ടായാലും അതിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധ്യമല്ല, നഷ്ടപ്പെടും. ആത്മീയ ജീവിതത്തിലോ സംപ്രേഷണത്തിലൂടെ ഗുരു തരുന്ന ഈ ആത്മീയ നില നമുക്ക് പിടിച്ചു നിർത്താൻ സാധ്യമല്ല, അപ്പൊ തന്നെ അത് നഷ്ടപ്പെടും. അപ്പോ ഭൗതിക ജീവിതത്തിലായാലും ആധ്യാത്മിക ജീവിതത്തിലായാലും നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയാണ് സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത്. ഒരു ബിൽഡിംഗ് പണിയാണെങ്കിൽ അതിന് ആദ്യം അടിത്തറ വേണ്ടേ? അടിത്തറയുടെ മേലെയാണ് നമ്മൾ പിന്നെ ബിൽഡിംഗ് കെട്ടിപ്പൊക്കുക. അപ്പൊ ഇത് ഒരു ഫൗണ്ടേഷനാണ് സ്വഭാവം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അഷ്ടാംഗ യോഗ പദ്ധതി, പതഞ്ജലി മഹർഷിയുടെ 8 സ്റ്റെപ്പുള്ള ഒരു യോഗ പദ്ധതിയെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നമുക്കറിയാം സ്റ്റെപ്പുകൾ: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പൊ അതില് യമനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മിക മൂല്യങ്ങളാണ്. ധാർമ്മിക മൂല്യങ്ങളിൽ തുടങ്ങി സമാധി എന്ന് പറയുന്ന ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥ, അല്ലെങ്കിൽ വിവേകത്തിന്റെ ഉന്നതമായ അവസ്ഥയിലേക്കുള്ള മനുഷ്യന്റെ പരിപൂർണതയിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ 5 സ്റ്റെപ്പുകളും ഈ സ്വഭാവ രൂപീകരണത്തിന്റെ ഫൗണ്ടേഷനാണ്. അവസാനത്തെ 3 സ്റ്റെപ്പുകളോ ധാരണ, ധ്യാനം, സമാധി. ഇതാണ് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ തുടങ്ങുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദിവ്യപ്രകാശം എന്നുള്ള ധാരണ നമ്മൾ വയ്ക്കുന്നു, അതിൽ നമ്മൾ ധ്യാനിക്കുന്നു, അതിൽ നമ്മൾ മുഴുകുന്ന സമയത്ത് സമാധിയിൽ നമ്മൾ പോകും. അപ്പോൾ ഈ അവസാനത്തെ 3 സ്റ്റെപ്പും കൂടി ചേർന്ന് നമ്മൾ സംയമം എന്ന് പറയും. ആദ്യത്തെ 5 സ്റ്റെപ്പുകളെ യമം എന്ന് പറയുന്നത്. അതായത് ഫൗണ്ടേഷനാണ് കൂടുതൽ. അതിൽ 5 സ്റ്റെപ്പുകൾ ഫൗണ്ടേഷനാണ്, സ്വഭാവത്തിന്റെ ഫൗണ്ടേഷൻ. 3 സ്റ്റെപ്പുകളാണ് യഥാർത്ഥ പരിശീലനത്തിലേക്ക് പോകുന്നത്. കാരണം എന്താണ്? ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് സംപ്രേഷണത്തിലൂടെ പെട്ടെന്ന് നമുക്ക് ആധ്യാത്മിക നില തരാൻ കഴിയും.
പക്ഷെ അത് പിടിച്ചു നിർത്താൻ ഈ 5 സ്റ്റെപ്പുകളോട് കൂടെ നമ്മൾ കടന്നു പോവേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. ഈ 5 സ്റ്റെപ്പുകളാണ്, അതായത് പതഞ്ജലി മഹർഷി പറയുന്ന ആദ്യത്തെ 5 സ്റ്റെപ്പുകളാണ് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് വളരെ ലളിതമായി ജീവിതത്തിൽ പകർത്താവുന്ന 10 നിർദ്ദേശങ്ങളായിട്ട് ബാബുജി മഹാരാജ് പറയുന്നു. അപ്പോ ഒരു ദിവസം ജീവിതത്തിന്റെ സമഗ്രമായ പുരോഗതി ആഗ്രഹിക്കുന്ന ഒരാൾ, ലക്ഷ്യപ്രാപ്തി ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു ദിവസം 24 മണിക്കൂറും എന്തൊക്കെ ചെയ്യണം, ഏത് മനോഭാവത്തിൽ ചെയ്യണം എന്നുള്ളതാണ് ഈ 10 നിർദ്ദേശങ്ങളിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് പ്രൈമറി ഇനീഷ്യേഷൻ ആണ്, ആദ്യത്തെ ദീക്ഷയാണ്, ഫസ്റ്റ് മാക്സിം. എന്താണ് നിർദ്ദേശം? പുലരും മുമ്പ് ഉണരുക. നിങ്ങളുടെ പ്രാർത്ഥനയും ധ്യാനവും കഴിവതും സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഒരേ ആസനത്തിലിരുന്ന് നടത്തുക. ആരാധനയ്ക്ക് ഒരു പ്രത്യേക സ്ഥലവും ഇരിപ്പിടവും വേണം. ശാരീരികവും മാനസികവുമായ പരിശുദ്ധി പ്രത്യേകം പാലിക്കുക. ഇതാണ് നിർദ്ദേശം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെയത്? ഒന്ന്, സമയം. ഏത് സമയത്താണ് നമ്മൾ ധ്യാനം ചെയ്യേണ്ടത്? പിന്നെയോ സ്ഥലം, നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്തെ കുറിച്ച് പറയുന്നു. മൂന്നാമതായിട്ട് ആസനം, ഏത് പോസ്ചറിലാണ് നമ്മൾ ഇരുന്ന് ആത്മീയ സാധന ചെയ്യേണ്ടത്. നാലാമത് ശാരീരികവും മാനസികവുമായ പരിശുദ്ധി, അതായത് നമ്മുടെ മനോഭാവം, അതിനെ ശാരീരികവും മാനസികവുമായ പരിശുദ്ധിയായിട്ട് പറയുന്നു. ഈ 4 സ്റ്റെപ്പുകളാണ് ഈ നിർദ്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കതിനെ ഈ 4 സ്റ്റെപ്പുകളുടെ പ്രസക്തി എന്താ നോക്കാം. ഒന്നാമത്തെ സമയമാണ്. നമ്മൾ പറഞ്ഞു പുലരും മുമ്പ് ഉണർന്ന് ധ്യാനം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ധ്യാനം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സൂര്യോദയം 6:10 6:05 നമ്മൾ എഴുന്നേറ്റു, സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റു, അങ്ങനെയല്ല ഉദ്ദേശിച്ചുള്ളത്. സൂര്യോദയത്തിന് മുമ്പ് ധ്യാന പരിശീലനം കംപ്ലീറ്റ് ആക്കുക വേണ്ടത്. അതായത് ഒരു 5 മണിക്കും 6:30 ഇടയ്ക്ക് നമ്മളെ പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ധ്യാനം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ മാക്സിമിന്റെ ആദ്യത്തെ സ്റ്റെപ്പായി നടത്തും. എന്തുകൊണ്ടാണ് ഈ സമയത്തിന് പറയുന്നത്? ഈ സമയം എന്ന് പറയുന്നത് രാവും പകലും കൂടി സംഗമിക്കുന്ന സമയമാണ്. ഇപ്പൊ പകൽ അല്ലെങ്കിൽ രാത്രി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ബാലൻസ് ഇല്ലാത്ത 2 സ്റ്റേറ്റുകളാണ്. കാരണം പകൽ ചൂടാണ്, രാത്രി തണുപ്പാണ്, നമുക്കറിയാം. ഇത് രണ്ടും കൂടി സംഗമിക്കുന്ന സമയത്ത് ചൂടുമില്ല തണുപ്പുമില്ലാത്ത അവസ്ഥ, അതായത് പെർഫെക്റ്റ് ബാലൻസ് ആണ്, സന്തുലിതാവസ്ഥ. സൃഷ്ടിയുടെ മുമ്പുണ്ടായിരുന്ന സന്തുലിതാവസ്ഥയിലാണ് ആ സമയത്ത് പ്രകൃതി ഉള്ളത്. അപ്പൊ പ്രകൃതി ആ ബാലൻസിലാണ്, സന്തുലിതാവസ്ഥയിലാണ്. നമ്മളും ആധ്യാത്മിക നില ആ സൃഷ്ടിയുടെ മുമ്പുണ്ടായിരുന്ന ആ സന്തുലിതാവസ്ഥയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ പ്രകൃതി സന്തുലിതാവസ്ഥയിലാണ്, നമ്മൾ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഒഴുക്കിന് അനുകൂലമായി നീന്തുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാവാം. വളരെ എളുപ്പമാണ്. ഇനി നമുക്കറിയാം, പകലായി കഴിഞ്ഞാൽ ഊർജം നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. രാത്രി നമ്മൾ ഊർജം അബ്സോർബ് ചെയ്യാൻ, സ്വീകരിക്കുക ചെയ്യണം. ഇനി അപ്പോൾ പുലരുന്നതിന് തൊട്ട് മുമ്പോ രാത്രിയും പകലും കൂടി സംഗമിക്കുന്ന സമയത്ത് എന്താണ്? ഒരു നിശ്ചലാവസ്ഥ ഉണ്ടാവുക. ഉള്ളിലേക്കും പോകുന്നില്ല, പുറത്തേക്കും പോകുന്നില്ല, നിശ്ചലാവസ്ഥയാണ്, ബാലൻസ് സ്റ്റേറ്റ്. അപ്പൊ ആ നിശ്ചലാവസ്ഥ
നമ്മളെ ധ്യാനം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ സമാധി എന്നുള്ള സ്റ്റേറ്റുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ആ സമയം ഏറ്റവും മാത്രമല്ല, സൂര്യോദയത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഊർജം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ പറഞ്ഞു പകലാകുമ്പോൾ ഊർജം പ്രവാഹം പുറത്തേക്കാണ്, രാത്രി ഊർജ പ്രവാഹം നമ്മുടെ ഉള്ളിലേക്കാണ്. അപ്പോൾ നമ്മൾ ഊർജം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. സംപ്രേഷണം, പ്രാണാഹുതി അതും നമ്മൾ സ്വീകരിക്കുന്നു. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഒഴുക്കിന് അനുകൂലമായി ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ പ്രകൃതി നമ്മെ അനുഗ്രഹിക്കും ഈ സാധനാ പദ്ധതിക്ക് വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ തന്നെ സന്ധ്യാസമയത്തോ നമ്മൾ സൂര്യാസ്തമയത്തിന് മുമ്പാണ് നമ്മൾ ശുദ്ധീകരണം ചെയ്യുന്നത്. ശുദ്ധീകരണത്തിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളും സങ്കീർണതകളും നമ്മൾ പുറത്തേക്ക് കളയാണ്. സൂര്യാസ്തമയത്തിന് മുമ്പ് ഊർജപ്രവാഹം നമ്മളിൽ നിന്ന് പുറത്തേക്കാണ്. അപ്പോൾ ഊർജപ്രവാഹം സ്വാഭാവികമായിട്ടും പുറത്തേക്ക്, സങ്കീർണതകളെയും മുദ്രകളെയും നമ്മൾ പുറത്തേക്ക് കളയുന്നു. വീണ്ടും രണ്ടും ഒരേ ഡയറക്ഷനിലാവും. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ധ്യാനവും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ശുദ്ധീകരണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, ഇത് സന്ധികളാണ് പ്രകൃതിയുടെ ജോയിൻ ചെയ്യുന്ന പോയിന്റുകൾ, ബാലൻസ് ഉള്ള പോയിന്റുകൾ. നമുക്ക് ധ്യാനം വളരെ എളുപ്പത്തിലാവുന്നുണ്ട്. നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ ഇടതുമൂക്കും വലതുമൂക്കും. വലതുമൂക്കിനെ നമ്മൾ സൂര്യനാഡി എന്ന് പറയും, ഇടതുമൂക്കിനെ നമ്മൾ ചന്ദ്രനാഡി എന്ന് പറയും. നാഡി എന്ന് പറഞ്ഞാൽ ഊർജം പ്രവഹിക്കുന്ന ചാനൽ എന്നുള്ള അർത്ഥത്തിൽ. നമ്മുടെ ഇടതുമൂക്കും വലതുമൂക്കും ആക്റ്റീവ് ആവുന്നത് പകലും രാത്രിയും ഒരുപോലെയല്ല. പകൽ സമയത്ത് നമ്മുടെ വലതുമൂക്ക് വളരെ ആക്റ്റീവ് ആയിരിക്കും, അതായത് സൂര്യനാഡി. സൂര്യൻ ഉദിച്ച് നിൽക്കല്ലേ, അതായത് ഊർജപ്രവാഹം പുറത്തേക്കാണ്, നമ്മളെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലതുമൂക്ക് ആക്റ്റീവ് ആവുന്നത്. രാത്രി സമയത്ത് നമ്മളെ ഇടത്തെ മൂക്ക് ചന്ദ്രനാഡി ആക്റ്റീവ് ആയിരിക്കും, അതായത് നമുക്ക് റെസ്റ്റും റീപോസും കിട്ടാൻ വേണ്ടിയിട്ടാണ്, വിശ്രമം. ഇതാണ് പ്രകൃതിയുടെ സൈക്കിള്. രാത്രി റെസ്റ്റിന് വേണ്ടി ഇടത്തെ മൂക്ക് കൂടുതൽ ആക്റ്റീവായിരിക്കും, ചന്ദ്രനാഡി ആക്റ്റീവായിരിക്കും. പകല് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യനാഡി ആക്റ്റീവായിരിക്കും. നമുക്കറിയാം സൂര്യനും ചന്ദ്രനും നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യാപാരങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമുക്കറിയാം. മറ്റു പല ഗ്രഹങ്ങളുണ്ടാവാം, എന്നാൽ വളരെ പ്രസക്തമായിട്ട് നമുക്കറിയാം ഇത് രണ്ടും നമ്മളെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ സാധാരണ ഒരു ഉത്കണ്ഠ ഉള്ള സമയത്ത് എങ്ങനെ ഉണ്ടാവുക? നമ്മുടെ വലതുമൂക്ക് വളരെ ആക്റ്റീവായിരിക്കും, സൂര്യനാഡി ആക്റ്റീവായിരിക്കും. അപ്പോൾ ഉത്കണ്ഠയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലതുമൂക്ക് വലത് കൈ വിരൽ കൊണ്ട് ക്ലോസ് ചെയ്ത് ഇടതുമൂക്കിലൂടെ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലെടുക്കാൻ പുറത്തുവിടുക ചെയ്യണേ. എന്താ സംഭവിക്കുക? ചന്ദ്രനാഡി ആക്റ്റീവ് ആവും, നമുക്ക് റെസ്റ്റ് ആൻഡ് റീപോസ് കിട്ടും. അപ്പൊ ഇത് ആങ്സൈറ്റിക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് കൂടിയാണ്. വളരെ ആങ്ഷ്യസ് ആവുന്ന സമയത്ത്, ഉത്കണ്ഠ നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് വലതുമൂക്ക് അടച്ച്, അതായത് സൂര്യനാഡി ക്ലോസ് ചെയ്ത് ചന്ദ്രനാഡി നമ്മൾ ആക്റ്റീവ് ആക്കിയാൽ മതി. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? പ്രകൃതിയിൽ സന്തുലിതാവസ്ഥയുള്ള സമയത്ത് നമ്മളും സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ആത്മീയ സാധനയിൽ ഏർപ്പെടണമെന്നല്ലേ. ഇനി വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ആരോഗ്യപരമായ കാരണങ്ങളോ അസുഖങ്ങളോ വാർദ്ധക്യമൊക്കെ കൊണ്ട് നമുക്ക് പ്രഭാതത്തിന് മുമ്പ് എഴുന്നേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഏത് സമയവും ഓക്കെയാണ്. പക്ഷെ അപ്പോഴും മാസ്റ്റർ നിർദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മൾ 7 മണിക്കാണ് നമുക്ക് സൗകര്യപ്പെടുന്നത് വയ്ക്കാം, അല്ലെങ്കിൽ 8 മണിക്കാണ് സൗകര്യപ്പെടുന്നത് വയ്ക്കാം, അല്ലെങ്കിൽ 9 മണിക്കാണ്. പക്ഷെ ആ സമയം ഫിക്സ് ചെയ്യാൻ പറയാണ്. എല്ലാ ദിവസവും 7 മണിക്ക് ചെയ്യാം, എല്ലാ ദിവസവും 8 മണിക്ക് ചെയ്യാം, എല്ലാ ദിവസവും 9 മണിക്ക് ചെയ്യാം. 10 മിനിറ്റ് ചെയ്യുന്നില്ലെങ്കിലും ആ സമയം ഫിക്സ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഉപബോധ മനസ്സ് ഓട്ടോമാറ്റിക് ആക്കും നമ്മുടെ പ്രാക്ടീസിന്. അപ്പോൾ പുലരും മുമ്പ് ഉള്ള സമയമാണ് ഇതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സമയം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് എന്താണ്? അടുത്ത സ്ഥലമാണ്.
സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എത്ര ചെറിയ വീടായാലും വലിയ വീടായാലും ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കേണ്ടത്. നമ്മൾ അടുക്കളയിൽ പോയി അവിടെ കുക്ക് ചെയ്യുക, ബാത്റൂം പോയാൽ കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡ്രോയിങ് റൂമിലായിരിക്കണമെന്ന് വെച്ചാൽ ടി വി കാണുക അല്ലെങ്കിൽ സംസാരിക്കുക. ഡൈനിങ് ടേബിളിലാണെങ്കിൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ആക്ടിവിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ മനസ്സിലെ ചിന്തകളും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എന്താണ്? നമ്മുടെ ചിന്തകളാണ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കല്യാണ ഹാളിൽ പോയുള്ള അന്തരീക്ഷം, നമ്മളൊരു മരണ വീട്ടിൽ പോയുള്ള അന്തരീക്ഷം വേറെയല്ലേ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു? മനുഷ്യന്റെ ചിന്തയാണ് ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഏത് തരത്തിലുള്ള ചിന്തകളാണ് നമ്മളുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത്, അതാണ് നമ്മൾ പുറത്തേക്ക് സംപ്രേഷണം ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ അന്തരീക്ഷമാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. ഒരു ഡിവൈൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വൈബ്രേഷൻ എന്താണ്? സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന സന്തുലിതാവസ്ഥ, അതാണ് അദ്ദേഹം നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രാണാഹുതി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച് ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു വയ്ക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഒരേ സ്ഥലത്തിരുന്ന് നമ്മൾ ധ്യാനിക്കുക എന്നില്ല. നമ്മളെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെയറിട്ട് അതേ സ്ഥാനത്ത് തന്നെ ഇരുന്ന് നമ്മൾ ധ്യാനിക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിക്കും. ആദ്യ ദിവസം നമ്മൾ ആ സ്ഥലത്തിരുന്ന് ധ്യാനിച്ചു, അവിടെ ഒരു ദിവ്യമായ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു. പിറ്റേ ദിവസവും അതേ സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ തലേ ദിവസം നമ്മൾ സൃഷ്ടിച്ചു വെച്ച ആധ്യാത്മിക അന്തരീക്ഷം കൂടുതൽ ശക്തമാണ്. മൂന്നാമത്തെ ദിവസം അവിടെ ഇരുന്ന് നമ്മൾ ധ്യാനിക്കുമ്പോഴോ വീണ്ടും ആ അന്തരീക്ഷം ശക്തമാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളവിടെ പോയിരിക്കുമ്പോഴേക്കും ഈ അന്തരീക്ഷം നമ്മളെ സഹായിക്കും. എന്തിന്? ആഴത്തിൽ നമ്മുടെ ദിവ്യമായ അവസ്ഥയിലേക്ക് പോകാനായിട്ട്. അപ്പൊ സ്ഥലത്തിന് വളരെയധികം പ്രത്യേകത ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതാണ് സ്ഥലത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഒരേ സ്ഥലത്ത് ഇരുന്ന് ധ്യാനിക്കാൻ പറയാം. മറ്റൊന്ന്, അടുത്ത എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസ്ചർ അല്ലെങ്കിൽ ആസനമാണ്. ആസനത്തിനെ ബാബുജി മഹാരാജ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇരുന്ന് ധ്യാനിക്കുന്ന പൊസിഷൻ, സാധാരണ ഇരുന്നിട്ടല്ലേ നമ്മൾ ധ്യാനിക്കുക. കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ശരീരത്തിന് ആയാസം തോന്നുമ്പോൾ ഉറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇരുന്നുകൊണ്ട് നമ്മൾ ധ്യാനിക്കണം. സ്ഥിരം സുഖം ആസനം എന്നാണ് പതഞ്ജലി മഹർഷിന് പറയുന്നത്. അതായത് ഈ പൊസിഷൻ സ്റ്റഡി ആയിരിക്കണം, നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. സ്റ്റഡി ആൻഡ് കംഫർട്ടബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്ഷോഭത്തോടു കൂടി ഊർജം പുറത്തേക്കാണ്, വികാസം. അപ്പൊ പ്രളയം എന്ന് പറഞ്ഞാലോ ചുരുങ്ങലാണ് ഉള്ളിലേക്ക്. അപ്പോൾ സ്വയം പ്രളയം സൃഷ്ടിച്ച് നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ പുറത്തു കളഞ്ഞ് സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന സന്തുലിതാവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. അപ്പൊ പ്രളയത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് വേണ്ടത്, ഉള്ളിലേക്ക് ചുരുങ്ങാൻ. അതുകൊണ്ടാണ് രണ്ട് കൈയും കാലും നമ്മൾ മടക്കി, ആക്ടിവിറ്റീസ് ഇല്ല. കാല് നമുക്ക് ചമ്രം പണിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ പത്മാസനത്തിലിരിക്കാം. കാല് രണ്ടും മടക്കി, കൈകൾ ലൂസായിട്ട് ഒന്ന് കോർത്ത് വയ്ക്കാം. അപ്പോൾ ആക്ടിവിറ്റീസ് സ്റ്റോപ്പായി. പ്രളയത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ്. ആദ്യം ശരീരത്തിൽ, പിന്നെ മനസ്സിലേക്ക്, പിന്നെ ആത്മാവിലേക്ക് നമ്മൾ ആ പ്രളയത്തിൻ്റെ സ്റ്റേജ് കൂടെ കടന്നു പോവുക. പിന്നെ നമ്മുടെ നട്ടെല്ല് നിവർന്നിരിക്കണം. നമ്മുടെ നെഞ്ചും കഴുത്തും തലയും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. അപ്പൊ നമ്മുടെ ശരീരം മൊത്തത്തിൽ ഒരു ആന്റിന മാതിരി വർക്ക് ചെയ്യും. എന്തിനാണ്? ഈ ദിവ്യമായിട്ടുള്ള ഊർജത്തിനെ അബ്സോർബ് ചെയ്യാൻ. ഇപ്പൊ നട്ടെല്ല് നിവർത്തിയിരുന്ന് നമ്മുടെ സ്പൈനൽ കോളം ക്ലിയർ ചെയ്യാനാണ്. അതിനാണ് ദാജി ഈയിടെയായിട്ട് ഗോൾഡൻ ലിക്വിഡ് ക്ലീനിങ്, നമ്മളെ സ്പൈനിൽ കൂടെ ഒരു ഗോൾഡൻ ലിക്വിഡ് പാസ് ചെയ്തുകൊണ്ട് എല്ലാ ബോൺ സ്ട്രക്ചറിലും ഈ ഗോൾഡൻ ലിക്വിഡ് പാസ് ചെയ്യാനുള്ള ഉദ്ദേശം എന്താ? സ്പൈനൽ കോളം ഫ്രീ ആക്കാനാണ്.
അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്പൈനൽ കോളം ഫ്രീ ആവുന്നത്. അപ്പോൾ നമ്മളെ നട്ടെല്ല് നിവർത്തിയിരുന്ന് നെഞ്ചും കഴുത്തും തലയും സ്ട്രെയിറ്റ് ലൈനിലാക്കി ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ആ സമയത്ത് വാരിയലുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് കറക്റ്റ് പൊസിഷൻ. അത് കഴിഞ്ഞ് നമ്മൾ വളഞ്ഞ് ചോദ്യചിഹ്നം പോലെയൊക്കെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോഴാണ് നമുക്ക് ഈ ബാക്ക് പെയിനും മറ്റെല്ലാം വരുന്നത്. കാരണം എന്താ? ശരീരത്തിൻ്റെ വെയിറ്റ് നട്ടെല്ലുകൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം മറ്റ് ഭാഗങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ അസന്തുലിതാവസ്ഥ വരുന്നത്. അപ്പോൾ പ്രളയത്തിന് അനുകൂലമായിട്ടുള്ള പൊസിഷൻ കൈയും കാലും മടക്കി സ്ട്രെയിറ്റ് ആയിട്ട് ഫേം ആയിട്ടിരിക്കുക. അപ്പോൾ ഈ പൊസിഷനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് ഇത് സ്റ്റഡി ആയിരിക്കണം, കംഫർട്ടബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. കാരണം ആ ധ്യാനത്തിൻ്റെ സമയം അത്രയും ശരീരം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള പൊസിഷൻ. അതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള പൊസിഷനാണ് ഈ പറഞ്ഞത്. സ്റ്റഡി ആൻഡ് കംഫർട്ടബിൾ ആൻഡ് റിലാക്സ്ഡ്. എഫേർട്സ് ഇല്ല, നമുക്ക് ഇരിക്കാൻ തന്നെ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് മാറുന്നു. ഇതാണ് നമ്മുടെ പോസ്ചർ. അടുത്തത് എന്താണ്? അടുത്തത് മനോഭാവം അല്ലെങ്കിൽ പരിശുദ്ധിയാണ്. ശാരീരികവും മാനസികവുമായ പരിശുദ്ധി പ്രത്യേകം പാലിക്കുക. ശാരീരികമായ പരിശുദ്ധിക്ക് എന്താ വേണ്ടത്? നമ്മളൊന്ന് കുളിച്ചാൽ മതി, അല്ലേ? നമ്മുടെ ശരീരത്തിന് ഒരു അഴുക്ക് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് ഒരു അസ്വസ്ഥത. അതായത് നമ്മുടെ മനസ്സ് തന്നെ അപ്സെറ്റ് ആവും. നേരെ മറിച്ച് ഒരു കുളിച്ചിട്ടാണ് നമ്മൾ ഇരിക്കണമെങ്കിലോ നമ്മൾ ഫ്രഷ് ആയിരിക്കും. കുളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മനസ്സ് ആക്റ്റീവ് ആവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ അതിന് കാരണം? നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ മനോമയ കോശമാണ്. മനോമയ കോശം അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിലെ വെള്ളമാണ്. വെള്ളത്തിൻ്റെ സൂക്ഷ്മാംശം കൊണ്ടാണ് മനോമയ കോശം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളം നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സ് ആക്റ്റീവ് ആവും. അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിലോ ശരീരത്തിൻ്റെ ശുദ്ധി കംപ്ലീറ്റ് ആയി. പിന്നെയോ മാനസികമായ പരിശുദ്ധി സൂക്ഷിക്കാൻ പറയുന്നു. എങ്ങനെയാണ് മാനസികമായിട്ടുള്ള പരിശുദ്ധി നമ്മൾ സൂക്ഷിക്കുക? നമുക്കറിയാം, നമ്മൾ ധ്യാനത്തിന് മുമ്പ് ബി പോയിന്റ് ക്ലീൻ ചെയ്യും, അല്ലേ? ബി പോയിന്റിലൂടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമ്മുടെ മുൻഭാഗത്തേക്ക് ക്ലീൻ ചെയ്യാം. എന്താ ഇപ്പോൾ ക്ലീൻ ചെയ്യുക നമ്മൾ? എക്സസീവ് പാഷൻ, എക്സസീവ് ആങ്കർ, ഗ്രീഡ് ആൻഡ് ജലസി. അതായത് അമിതമായിട്ടുള്ള കാമം, അമിതമായിട്ടുള്ള ക്രോധം, ലോഭം, മോഹം, അസൂയ, അത്യാഗ്രഹം. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിനെ അസന്തുലിതമാക്കുന്നത്. നമുക്കറിയാം, ഇഷ്ടാനിഷ്ടങ്ങൾ. അത് നമ്മളെ സി പോയിന്റിനെ അപ്സെറ്റ് ആക്കും. പിന്നെ ആകെ ഡിസ്റ്റർബൻസ് ആവുന്നു. അത് ബിയിലേക്കും എയിലേക്കും വ്യാപിക്കും. അപ്പം ബി പോയിന്റ് ക്ലീനിങ് ധ്യാനത്തിന് മുമ്പ് വളരെ പ്രസക്തമാണ്. അത് നമുക്ക് മാനസികമായിട്ടുള്ള പരിശുദ്ധി തരുന്ന ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ധ്യാനത്തിന് മുമ്പ് ഒരു 5-10 മിനിറ്റ് നമ്മൾ ബി പോയിന്റ് ശുദ്ധീകരണം ചെയ്യാൻ നിൽക്കുക. കുളിച്ചിട്ടാണ് ഇരിക്കുന്നത് നിൽക്കുക. അപ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള പരിശുദ്ധി നമുക്ക് പാലിക്കാൻ കഴിയും. ഇതാണ് ഈ 4 ഘടകങ്ങൾ. ഈ 4 ഘടകങ്ങളും നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ ശീലവിധേയമാക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിസം അല്ലെങ്കിൽ പ്രയത്ന ശിഥിലീകരണം എന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. പ്രയത്നം ശിഥിലീകരണം എന്ന് പറഞ്ഞാൽ എഫേർട്ട്ലെസ് ആയിരിക്കും നമ്മൾ, റിലാക്സ്ഡ് എഫേർട്സ് ആയിരിക്കും നമ്മൾ റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഉള്ള പരിശ്രമം മാത്രമേ ഉള്ളൂ. അതായത് ഈ ഫിക്സ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലം, ഫിക്സ് ചെയ്തിരിക്കുന്ന സമയം, ഫിക്സ് ചെയ്തിട്ടുള്ള പോസ്ചർ, അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധിയും നമ്മുടെ ഉപബോധ മനസ്സിൽ സെറ്റാവും, സബ് കോൺഷ്യസിൻ്റെ പവർ. അപ്പോൾ പ്രയത്ന ശിഥിലീകരണം സംഭവിക്കും. പ്രയത്ന ശിഥിലീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്വാഭാവികമായിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കും, ഇത് ശീലമാകുമ്പോൾ. സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് കുളിക്കും. സ്വാഭാവികമായിട്ട് എവിടെയാണോ നമ്മളിരുന്ന് ധ്യാനം ചെയ്തിരുന്നത് അതേ പൊസിഷനിൽ പോയിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ പോസ്ചർ കറക്റ്റ് ചെയ്യും. നെഞ്ചും കഴുത്തും തലയും സ്ട്രെയിറ്റ് ആക്കി
ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ വാരിയലുകൾ സപ്പോർട്ട് ചെയ്ത് കൈയും കാലും പ്രളയത്തിന് അനുകൂലമാകുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് ബി പോയിന്റ് ക്ലീൻ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാനുള്ളത്? പ്രാർത്ഥന ചെയ്ത് നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കുക. അപ്പോൾ പ്രാർത്ഥന നിർഭരമായിരിക്കും പിന്നീടുള്ള അവസ്ഥ. ഈ 4 ഘടകങ്ങളും നമ്മളെ പ്രാർത്ഥനാ നിർഭരമാക്കും. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈശ്വരനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഒരാളെ നമ്മുടെ വീട്ടിൽ സ്വീകരിക്കുമ്പോൾ എത്രമാത്രം പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തും. പക്ഷേ ഹൃദയത്തിൽ നമ്മളെ ഈശ്വരനെ സ്വീകരിക്കുന്നതിനേക്കാൾ അർജൻ്റായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടോ എന്നില്ല. ഇല്ല. അപ്പോൾ നമ്മുടെ മനോഭാവം ഏത് രീതിയിലായിരിക്കും? എത്രമാത്രം പ്രാർത്ഥനാ നിർഭരായിരിക്കും? എത്രമാത്രം ശ്രദ്ധയോടുകൂടിയായിരിക്കും? എത്ര റെഫറൻസ് അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടിയായിരിക്കും നമ്മൾ ഇരിക്കുക? അത് എങ്ങനെ ഇരിക്കണമെന്ന് വിശകലനം ചെയ്ത് പറയണം ബാപ്പുജി മഹാരാജ് ഈ സ്റ്റെപ്സ് കൂടെ. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ പാലിക്കുമ്പോഴേക്കും നമുക്ക് ഈ ധ്യാനത്തിനോടനുബന്ധിച്ച് യാതൊരു കംപ്ലൈൻറ്റ്സ് ഉണ്ടാവില്ല. പലരും ചോദിക്കില്ലേ, ധ്യാനത്തിൽ ചിന്തകൾ വരുന്നു, ധ്യാനത്തിൽ വേറെ ആഴത്തിൽ പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ധ്യാനത്തെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള സംശയങ്ങളും സ്വയം ദൂരീകൃതമാകും ഈ ഫസ്റ്റ് മാക്സിം ഫോളോ ചെയ്യുന്നതോടുകൂടി. എന്താണത്? പുലരും മുമ്പ് ഉണരുക, നിങ്ങളുടെ പ്രാർത്ഥനയും ധ്യാനവും കഴിവതും സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഒരേ ആസനത്തിലിരുന്ന് നടത്തുക. ആരാധനയ്ക്ക് ഒരു പ്രത്യേക സ്ഥലവും ഇരിപ്പിടവും വേണം. ശാരീരികവും മാനസികവുമായ പരിശുദ്ധി പ്രത്യേകം പാലിക്കും. ഈ ഒന്നാമത്തെ നിർദ്ദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള വിവേകം തന്ന് അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോഹനേട്ടാ. ഇത്രയും നേരം ആ പ്രമാണത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചു. അത് കേൾക്കുന്നവർക്കെല്ലാം ഓരോ ഘടകങ്ങൾക്കും, ധ്യാനത്തിൻ്റെ ഓരോ ഘടകങ്ങൾക്കും വളരെയധികം പ്രസക്തിയുണ്ടെന്നും, അതായത് നമ്മൾ ഉണരുന്ന സമയം, ഇരിക്കുന്ന പോസ്ചർ, ഇരിക്കുന്ന സ്ഥലം, ഒപ്പം മാനസികവും ശാരീരികവുമായ പരിശുദ്ധി, ഇവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി സംസാരിച്ചു. എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അത് ഫോളോ ചെയ്യുമെന്നും വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. മൃദുവായി കണ്ണുകളടച്ച് ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മണിക്ക് നമ്മൾ സാർവലൗകിക പ്രാർത്ഥന ആരംഭിക്കുന്നു. അതിങ്ങനെയാണ്: എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നതും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം സത്സംഗം. അത് കഴിഞ്ഞ് 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം. നമസ്കാരം.